ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. നമ്മുടെ കഥ എവിടം വരെയൊക്കെ എന്റെ കഥ അമ്മൂമ്മയുടെ അതെല്ലാം ഞാനിങ്ങനെ അങ്ങ് ബ്രേക്ക് ആയിപ്പോയി എനിക്ക് മനസ്സിൽ നിന്ന്. ഒരു ലോങ് ബ്രേക്ക് ആയിപ്പോയി. അപ്പൊ ലാസ്റ്റ് നമ്മള് സംസാരിച്ചത് കൊച്ചുമക്കളെ പറ്റിയായിരുന്നു. 4 കൊച്ചുമക്കളെ പറ്റിയും അവരുടെ ഏർലി ഇയേഴ്സിനെ പറ്റിയിട്ടും ഒക്കെ, അവര് ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു അതിനെ പറ്റിയൊക്കെ 4 പേരെ നമ്മൾ ഓരോന്നായിട്ട് കവർ ചെയ്തായിരുന്നു. ഇനിയും അടുത്തതായിട്ട് നെക്സ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാല് അമ്മൂമ്മയുടെ ജോലി എന്നൊക്കെ റിട്ടയർമെന്റ് ആയ ആ ഒരു സമയത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ട്, അതും സ്കൂളിൽ ഇത്രയും ഇൻവോൾവ് ആയിട്ട്, അതിനെപ്പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഡീറ്റെയിലില്. അപ്പൊ റിട്ടയർമെന്റിന്റെ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു? ആ സമയത്ത് മക്കളും കൊച്ചുമക്കളുടെ ഒക്കെ എന്ത് പ്രായത്തിലായിരുന്നു? വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പിന്നെ സ്കൂളിലെ റിട്ടയർമെന്റിന്റെ ലാസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ അങ്ങനത്തെ ഓരോന്നിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഏത് വർഷമായിരുന്നു? ഞാന് ജോലിക്ക് കയറുന്നത് 1960 നീണ്ട 33 വർഷം ഇടതടവില്ലാതെ, ബ്രേക്ക് ഇല്ലാതെ 1993 ജൂണില്, ഒരു ജൂൺ മാസത്തിലാണ് ജോലിക്ക് കയറുന്നത്. എൻ്റെ പ്രവൃത്തി തുടങ്ങുന്ന 1960 ജൂണിലാണ്. അതുപോലെ അവസാനിക്കുന്നത് ഒരു 33 ഇയേഴ്സ് കഴിഞ്ഞ്. 60 കയറുന്നു, 93 പിരിയുന്നു. 93 ജൂൺ ആണ് ഞാൻ ജോലിയിൽ നിന്നും വിരമിക്കുന്നത്. പിന്നെ ഒരു ബ്രേക്കും വന്നിട്ടില്ല എൻ്റെ സർവീസിൽ. കാരണം കാര്യങ്ങളെല്ലാം ലീവോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു സ്കൂള്. വല്ല വാഹനങ്ങളിലൊന്നും പോയി വിഷമിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. ഏതാണ്ട് ഒരു ബെല്ലടിക്കുന്ന സമയമാകുമ്പോൾ ഒരൊറ്റ ഓട്ടോ ഓടിയ സ്കൂളിലെത്തും. അത്രയ്ക്ക് അടുത്തായിരുന്നു അല്ലേ സ്കൂള്. അങ്ങനെ ഒന്നിനും വലിയ തടസ്സമൊന്നും കൂടാതെ സുഖമായിട്ട് തന്നെ 33 വർഷം അവിടുത്തെ സേവനം. അവിടെ തന്നെ പഠിച്ചതായതുകൊണ്ട് അപരിചിതത്വം അല്ലാതെങ്കിൽ തന്നെ ഇല്ല. ഞാൻ അവിടെ വിദ്യാർത്ഥിനിയായിരുന്നു, അധ്യാപികയായിരുന്നു. അപ്പം അതുകൊണ്ട് അവിടെയുള്ള എല്ലാവരും, എന്നെ പഠിപ്പിച്ച ടീച്ചർമാരുടെ കൂടെ തന്നെ ഞാൻ ടീച്ചറായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ആ രീതിയിൽ എല്ലാം കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ കൂടുതൽ സമയവും, മുഴുവൻ സമയം തന്നെ ഞാൻ പറയും ഇപ്പോഴും, അവിടെ തന്നെ സന്തോഷമായിട്ട് കഴിച്ചുകൂട്ടാൻ എനിക്ക് സാധിച്ചു. അതിൽ ചാരിതാർത്ഥ്യമുണ്ട്, ദൈവാനുഗ്രഹത്തിന് ദൈവത്തിനോട് നന്ദിയുണ്ട്. അങ്ങനെ പറയുമ്പോൾ ലാസ്റ്റ് ഡേ എന്നൊരു ഡേ ആണെന്ന് എനിക്ക് തോന്നിയേയില്ല. കാരണം ഭയങ്കര ഈ ഗംഭീരമായിട്ടുള്ളൊരു യാത്രയായപ്പോൾ എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ മിഡിൽ സ്കൂളിലെ ഉണ്ടായിരുന്ന ഒരു ശോശാമ്മ ടീച്ചർ, പിന്നെ ക്ലറിക്കൽ സ്റ്റാഫിലെ മെയിൻ പ്രധാനപ്പെട്ട ഹെഡ് ക്ലാർക്കായിട്ടിരുന്നൊരു ഗോപാലകൃഷ്ണൻ നായർ, ഞങ്ങൾക്ക് 3 പേര് ഒരുമിച്ചാണ് ഒരു ദിവസമാണ് പിരിയുന്നത്. ഞങ്ങൾക്ക് 3 പേർക്കും കൂടിയാണ് യാത്രയായപ്പോൾ ഭംഗിയായിട്ട് തന്നു വിട്ടത്. അപ്പൊ എന്തൊക്കെയോ ഒരു പാരിതോഷികങ്ങളും ഒക്കെ തന്നു വിട്ടു, മോതിരമോ എന്തൊക്കെയോ തന്നു വിട്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ വളരെ സന്തോഷമായിട്ട് സ്വീകരിക്കുക, അതിനെല്ലാം കൃതജ്ഞതയും മറുപടിയും നന്ദിയും എല്ലാം സൂചിപ്പിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ടും, ആ ജൂൺ മാസം കഴിഞ്ഞിട്ടും എനിക്ക് പകരം വർക്ക് ചെയ്യാനുള്ള ടീച്ചർ വരാത്തത് കൊണ്ട് ഞാൻ പിന്നെയും ഒരു 3 മാസം കൂടി യാതൊരു പ്രതിഫലവും സ്വീകരിക്കാതെ, അടുത്ത് തന്നെ സ്കൂളായതുകൊണ്ട് അവിടെ ചെന്ന് ഫസ്റ്റ് ടൈം എക്സാമിനേഷനുള്ള 10th സ്റ്റാൻഡേർഡ് കുട്ടികളെ തയ്യാറാക്കുകയും ചെയ്തു. അതായത് ഒരു ടേമിലെ പോർഷൻ എടുത്തോളൂ. ഒരു ഫസ്റ്റ് ടൈം കഴിഞ്ഞിട്ടൊരു എക്സാം ഉണ്ട്, ആ എക്സാമിനുള്ള പോർഷന് അവിടെ പോയി ആ ടൈം ആകുമ്പോൾ ആ ടൈം ടേബിൾ അനുസരിച്ച് തന്നിട്ടുണ്ട്. അല്ല രാവിലെ ബെല്ലടിക്കുന്ന കേട്ടോണ്ട് ഓടിപ്പോകുക, ബെല്ല് കേട്ട് അത് വേണ്ട എനിക്ക്. അവരുടെ ഹിന്ദി പീരീഡ് ആകുമ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് 6 ഡിവിഷനോ മറ്റുണ്ടായിരുന്നു തോന്നുന്നു, ഇപ്പോൾ അത്ര ഓർക്കുന്നില്ല. അപ്പൊ അവരുടെ ഹിന്ദി പീരീഡ് ആകുമ്പോഴത്തേക്കും ഞാൻ ചെല്ലും, അത് പഠിപ്പിക്കും, തിരിച്ചു വരും. അപ്പം അങ്ങനെയും കൂടി ഒരു സേവനം ചെയ്യാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട് സ്കൂളിൽ.
അതെല്ലാം ഈ സ്കൂൾ അടുത്തായതുകൊണ്ടും സ്കൂളിലെ ഭരണാധികാരികൾ, ഹെഡ് മാസ്റ്റർ എല്ലാവരും നമുക്ക് വളരെ സന്തോഷപൂർവ്വം നമ്മളെ കരുതുന്നതുകൊണ്ടും പോയി ചെയ്യാനുള്ള മനസ്സും ഉണ്ടായിരുന്നു. ചെയ്തു, അങ്ങനെ കൂടി ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും എല്ലാം ഈശ്വരനോട്, പഴവീട്ടിലമ്മയോട്, ജഗദംബികയാണ് പഴവീട്ടിലമ്മയോട് അതിനുള്ള കൃതജ്ഞതയും നന്ദിയും ഒക്കെ പറയുക. അതാണ് എൻ്റെ സേവനം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇത് റിട്ടയർമെന്റിന്റെ ഇതില് കുട്ടികളുടെ സൈഡിൽ നിന്ന്, സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഫെയർവെൽ സെലിബ്രേഷനോ എന്തെങ്കിലും ഗിഫ്റ്റ്സോ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ക്ലാസ്സിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു ക്ലാസ് മീറ്റിംഗ് പോലെ അങ്ങനെ ഉള്ളൂ. എല്ലാവരും കൂടി വെച്ചാൽ എത്ര കുട്ടികൾ ആ സ്കൂളിലെ കുട്ടികൾ മുഴുവനും ഉണ്ട്. അത് ഹിന്ദിക്കാർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, അവർക്ക് കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കണം ഹിന്ദി അധ്യാപകര്. കാരണം എന്താന്ന് വെച്ചാല് ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ച് ആഴ്ചയില് 24 ഹിന്ദി പീരീഡ് പഠിപ്പിച്ചിരിക്കണം. അപ്പൊ ആ 24 തന്നെ 8 ഡിവിഷൻ പഠിപ്പിക്കണം, 8 ക്ലാസ്സുകൾ പഠിപ്പിച്ചിരിക്കണം. അത് ഹൈസ്കൂൾ ടീച്ചറാകുമ്പോൾ 8ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ 8 ക്ലാസ്, 45 കുട്ടികൾ വെച്ചിട്ട് 8 ക്ലാസ് റൂമുകളിൽ എന്ന് പറയുമ്പോൾ നല്ലൊരു സ്ട്രെങ്ത് വരത്തില്ലേ. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ കൂടുതൽ സ്റ്റുഡൻസ് ഉള്ളത് ഹിന്ദി ടീച്ചർമാർക്കാണ്. പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നതിന് കൂടുതൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് ഒരു വർഷം. മറ്റേ മലയാളം ടീച്ചർ എന്ന് പറഞ്ഞാൽ 6 പീരീഡ് പഠിപ്പിക്കണം. അപ്പൊ 4 ക്ലാസ്സിൽ പോയാൽ മതി, 6 4 24 പീരീഡ്. ബാക്കി എല്ലാവർക്കും അതുപോലെ, ഇംഗ്ലീഷുകാർക്കും ഇംഗ്ലീഷ് ലാംഗ്വേജിനും മലയാളം ലാംഗ്വേജിനും 6 പീരീഡുകളുണ്ട്. ഹിന്ദിക്ക് മാത്രമാണ് ലിമിറ്റഡ് ആയിട്ട് ഈ 3 പീരീഡ്. കാരണം അഹിന്ദി സ്ഥലത്ത് ഹിന്ദി പഠിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ അവിടുത്തെ ഉദ്ദേശം. അപ്പൊ അതിന് കുറച്ച് പീരീഡേ വെച്ചിട്ടുള്ളൂ. മദ്രാസിലൊന്നും ഹിന്ദിക്ക് പീരീഡേ വെക്കത്തില്ലായിരുന്നു. ഹിന്ദി പഠിപ്പിക്കുന്നവർക്ക് വിരോധമായിരുന്നു. അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഹിന്ദി ഒഴികൈ എന്നുള്ള അർത്ഥത്തിലോ ഹിന്ദി ഒലിക്കൈ, ഹിന്ദി വേണ്ടെന്നവർക്ക്, തമിഴ്നാട്ടുകാർക്ക്. പക്ഷെ വേറെ ആരും അത്രയും ശക്തമായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. 4 സ്ഥലത്തേ ഉള്ളൂ അഹിന്ദി പ്രദേശം എന്ന് പറയുന്നത്: കേരളം, തമിഴ്നാട്, കന്നഡ. അത് നമുക്ക് ഓരോരോ പീരീഡിലും നമ്മൾ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ പിരിയുന്ന വർഷം എന്ന് പറയുന്നത് സ്കൂൾ റീ ഓപ്പണിങ്ങിന്റെ സമയത്താണ് ഞാൻ പിരിയുന്നത്. ജൂൺ മാസത്തിൽ റീ ഓപ്പണിങ്. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ജൂണിൽ. അപ്പൊ ആ ജൂൺ മാസം വരെ ഞാൻ സ്കൂളിൽ പോകണം. ജൂലൈ 2 കഴിഞ്ഞിട്ട് എൻ്റെ ബർത്ത്ഡേ വരുന്നതെങ്കിൽ എനിക്ക് ആ കംപ്ലീറ്റ് ആ സ്കൂൾ അക്കാഡമിക് ഇയറിൽ സർവീസ് കിട്ടും ആ വർഷത്തെ. അതാണ് ഗവൺമെന്റ് റൂള്. അപ്പൊ ഈ പുതിയ കുട്ടികൾ വരുന്നവർക്ക് അത്രയും നമ്മളെ അറിയാമെങ്കിലും അവരുമായിട്ട് ഇടപെടുന്നില്ല. അപ്പൊ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച കുട്ടികളെ കയറി വന്നിരിപ്പുണ്ടല്ലോ പ്രൊമോഷനായിട്ട്, ആ കുട്ടികൾക്ക് അല്ലേ എന്നെ അറിയാവുള്ളൂ. എന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ പിരിയുന്ന ടീച്ചർമാര്. എന്നിട്ടും അവരിങ്ങനെ ഓരോ പീരീഡ്, ലാസ്റ്റ് പീരീഡൊക്കെ അവരുടെ ക്ലാസ്സിന്റെ വെച്ചിട്ടൊക്കെ ഉള്ള ഫെയർവെല്ലൊക്കെ തന്നിട്ടുണ്ട്. അല്ലാതെ മൊത്തത്തിലൊരു സ്കൂളിലെ കുട്ടികൾ എല്ലാവരും കൂടിയായിട്ടുള്ള അതൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ ക്ലാസ് ടീച്ചർ ആയിരിക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിന്റെ ആ കുട്ടികൾ മാത്രം കൊടുക്കും. എനിക്കുണ്ടായിരുന്നത് 27 സ്റ്റുഡൻസ് ഉള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് ആയിരുന്നു എൻ്റെ ക്ലാസ്. അവര് ഇത് 10th സ്റ്റാൻഡേർഡിലെ പബ്ലിക് എക്സാമിനേഷൻ കഴിഞ്ഞ റിസൾട്ടും വന്നു കഴിഞ്ഞിട്ടാണ് ജൂൺ വരുന്നത്. മെയ് ലാസ്റ്റ് റിസൾട്ട് വരും. അപ്പൊ ഞാൻ അവരെ വിളിച്ച് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഒരു പാർട്ടി കൊടുത്തു. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ അവരോടൊരു വാക്ക് പറഞ്ഞിരുന്നു. ആ കുട്ടികള് എനിക്കറിയാം, മറ്റേ ഹെഡ് മാസ്റ്റർക്കും ഒക്കെ അറിയാം, അത്ര നല്ല സ്റ്റാഫ് ആയിരുന്നില്ല. ഭയങ്കര വിഷമമായിരുന്നു അവരെ ഒന്ന് പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത്. കുറച്ച് മോശം കുട്ടികളായത് കാരണം ഒരു ശബ്ദം പോലെ ഞാൻ എടുത്തിരുന്നു. 10% റിസൾട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുത്തു. അത്ര അവരെ കൊണ്ട് ഇത് ചെയ്ത് ഓരോ ആഴ്ചയിലും പഠിച്ചത് എന്തൊക്കെയാണെന്ന് അമ്മമാരിവിടെ ഒന്ന് പറയണം. അമ്മമാർക്കായിരുന്നു ഞാൻ അതിന് ഇത് കൊടുത്തിരുന്നത്, റെസ്പോൺസിബിലിറ്റി. ഓരോ ഡയറി പ്രത്യേകമായിട്ട് എൻ്റെ വകയായിട്ട് ഓരോ ഡയറി 27 കുട്ടികൾക്കും വരെ എഴുതി കൊടുത്തിട്ട് ആ ഡയറിയിൽ അമ്മ എഴുതി അത് എൻ്റെ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് എന്നെ വന്ന് കാണണം.
വന്ന് ഞാനവിടെ ഇരിക്കും, എനിക്ക് വീട് അടുത്തല്ലേ, പതുക്കെ പോയാൽ മതി. അവിടെ ഇരുന്നിട്ട് ഈ കുട്ടികളിൽ 3 കുട്ടികളെ വെച്ച് ഓരോ ദിവസവും വിളിക്കും, അവരുടെ അമ്മമാരുമായിട്ട് വരും. എന്നിട്ട് ആ കുട്ടിയുടെ പുരോഗമനം എങ്ങനെയാണ് പഠിക്കുന്നത്, ഇങ്ങനെ പഠിച്ചാൽ പോരാ, അല്ലെങ്കിൽ എന്തെല്ലാം ഇന്നലെ പഠിച്ചു, മൺഡേ എന്ത് പഠിച്ചു, ട്യൂസ്ഡേ എന്ത് പഠിച്ചു എന്നുള്ള പോർഷൻ കൊടുക്കും. എൻ്റെ ഹിന്ദിയല്ല, എല്ലാ സബ്ജക്റ്റിൻ്റെയും അതിന് പ്രത്യേകം പേജ് എഴുതിയിരിക്കും. അപ്പോൾ ഓരോ പിന്നെ ലാംഗ്വേജിനും ഓരോ സബ്ജക്റ്റിനും ഒക്കെ ആയിട്ട്. അപ്പൊ അതിനകത്ത് ആ അമ്മ അത് ശ്രദ്ധിച്ചിരിക്കണം, ഇവനിത് പഠിച്ചിട്ടുണ്ടോ, അവിടെ ചെന്ന് ടീച്ചറിനോട് പറയാനുള്ളതാണ് എന്നുള്ളത് ആ വീട്ടിൽ അമ്മയുടെ ശ്രദ്ധയും കിട്ടും. അങ്ങനെ അവരതും കൊണ്ട് വന്നിട്ട് എന്നെ കാണിച്ച് എൻ്റെ സൈൻ വാങ്ങിച്ചുകൊണ്ട് പോകും. ഒരു 3 കുട്ടികൾ ഒന്നും പഠിക്കത്തില്ലായിരുന്നു, 3 പേര്. അവർ ജയിക്കുകയില്ലെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷെ എല്ലാവരും ജയിച്ചു. ആ 3 കുട്ടികളുടെ അച്ഛനമ്മമാർക്ക് ഇപ്പോഴും എന്നെ കുറിച്ച് നമ്മൾ പൊങ്ങുക അത് കേൾക്കുമ്പോൾ കേട്ടോ, ഭയങ്കര സന്തോഷമാണ്. ഈ ടീച്ചർ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മോൻ ഒരിക്കലും 10th സ്റ്റാൻഡേർഡിൽ പാസ്സാകത്തില്ല. അതില് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരു കുട്ടി ഉണ്ട്, അവരുടെ രക്ഷകർത്താക്കളെ നമുക്കറിയാവുന്നത്. കാരണം കോളേജിലെ മിനിസ്റ്റീരിയൽ സ്റ്റാഫിൽ സൂപ്രണ്ടായിരുന്ന ഒരാളുടെ അച്ഛൻ. അപ്പൊ എനിക്ക് കോളേജിൽ അനിയുടെ കാര്യത്തിനൊക്കെ പോകുമ്പോൾ അത് അങ്ങനെ ഓടി വരും, കാരണം അങ്ങനെ മക്കളെയൊക്കെ ഞാൻ പഠിപ്പിക്കുന്നു. അപ്പൊ അവര് എന്നെ ഒരിക്കല് ബസ് സ്റ്റാൻഡിലല്ല, റെയിൽവേ സ്റ്റേഷനിൽ ട്രിവാൻഡ്രത്ത് പോകാനായിട്ട് ഞാനും അത്, അയ്യോ ഇത് ആരാ വന്നേ, എൻ്റെ വിചാരം ഞാൻ ആരാ. നമ്മുടെ അവര് വീട്ടിൽ വിളിക്കുന്നത് സന്തോഷ് എന്നവന്. അയ്യോ സന്തോഷിന്റെ ടീച്ചറല്ലേ, സന്തോഷിന്റെ ടീച്ചറല്ലേ എന്നുകൊണ്ട് ഓടി വന്നു. അയ്യോ ടീച്ചർ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ സന്തോഷ് 10ാം ക്ലാസ്സിൽ കടന്നു പോകില്ലായിരുന്നു. കഷ്ടിച്ചൊക്കെ ജയിച്ചു, കഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു 50% ഒക്കെ മാർക്കുകൾ എല്ലാത്തിനും ഒക്കെ ഉണ്ട്. 50 കിട്ടിയല്ലോ എന്നാ ഞാൻ വിചാരിക്കുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ നല്ല മാർക്കുകൾ കിട്ടി, നല്ല പെർസെൻറ്റേജിൽ അവരൊക്കെ ജയിച്ചു. അപ്പം ഹെഡ് മാസ്റ്റർക്കും ഭയങ്കര സന്തോഷമായി. ഒരിക്കലും ഇങ്ങനെ നമുക്കൊരു പേര് കിട്ടത്തില്ലായിരുന്നു, 100% റിസൾട്ട്. അവര് ഈ പറഞ്ഞാൽ വീട്ടിൽ വന്ന് ഓരോരോ സാധനങ്ങളൊക്കെ കൊണ്ട് തന്നു, ഓരോ ഗിഫ്റ്റൊക്കെ എനിക്ക് കൊണ്ട് തന്നു. അവരൊക്കെ വീട്ടിൽ ഞാൻ എല്ലാ സാധനങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ച് പായസമൊക്കെ ഉണ്ടാക്കി. എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ അവർക്ക് 3:30 വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ഹെഡ് മാസ്റ്ററെയും ആ ക്ലാസ്സിൽ പഠിപ്പിച്ച മറ്റ് ടീച്ചേഴ്സ്, പിന്നെ നമ്മുടെ ലല്ലാമ്മ, നമ്പിസാറപ്പൂപ്പൻ, അങ്ങനെയുള്ള, പിന്നെ നമ്മുടെ പനവല്ലിലെ ചീറ്റ അമ്മമ്മ, അങ്ങനെ അടുത്തുള്ള ടീച്ചർമാരെയൊക്കെ വരുത്തി. സ്കൂൾ മുഴുവനും അല്ല, അങ്ങനെ വന്നാൽ നമുക്ക് വീട്ടിൽ ഇരുത്താനും സ്ഥലമില്ലല്ലോ. എന്നാലും നമ്മുടെ ആ പഴയ വീട്ടിൽ നിറച്ച് മുറിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവിടെ വെച്ചായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങോട്ട് കൊടുത്തു റിട്ടേൺ. അവർ വലിയ നിലവിളക്കോ അത് ഇതൊക്കെ ഏതാണ്ടൊക്കെ കൊണ്ട് തന്നപ്പോ അങ്ങനെ ചെയ്തു. അതായിരുന്നു 10ാം ക്ലാസ്സിന്റെ സ്കൂൾ ജീവിതത്തിന്റെ ലാസ്റ്റ് വർഷം ഒക്കെ. റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഫ്രീ ടൈം എന്തോ ചെയ്തു, അല്ലെങ്കിൽ ഫുൾ ടൈം രാവിലെ ഡേ ടൈം മുഴുവൻ സ്കൂളിൽ പോവായിരുന്നല്ലോ, അപ്പൊ അത് കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു ടൈം സ്പെൻഡ് ചെയ്യുന്നത്? അപ്പൊ ബോറടിക്കുമായിരുന്നു, എങ്ങനെയായിരുന്നു അപ്പൊ ഡേ മാറിയത്? ബോറടിക്കല് നമ്മുടെ വീട്ടില് കുറവായിരുന്നു. കാരണം എന്താണെന്നറിയാമല്ലോ മോനെ, അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് സൈഡ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരും വരുന്നവരും ഒക്കെ അവിടുന്ന് റോഡിൽ നിന്ന് വിളിച്ചു പറഞ്ഞോണ്ടേ ഓരോന്നിങ്ങനെ ഓടി ഇങ്ങോട്ട് കയറി വരും. അവർക്ക് ഉടനെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ആഹാരം തന്നെ എടുത്ത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ വീട്ടിൽ. ഇരിക്കെ എടുത്ത് തരാന്ന്, വേണ്ട വേണ്ട ഞാൻ എടുത്തോളാം. മിനി സൈഫിൽ എന്തെങ്കിലുമൊക്കെ കാണും തിന്നാനൊക്കെ, അവര് തന്നെ എല്ലാം എടുത്ത് തിന്നും, വർത്തമാനം പറയും. ഒരിക്കലും വീട്ടിൽ ആളൊഴിഞ്ഞ സമയം ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു വീടായിരുന്നു അത്. അപ്പൂപ്പൻ പറയുകയും ചെയ്യും, സ്വസ്ഥമായിട്ടൊന്നൊക്കെ ഇവിടെ ഈസി ചെയർ കിടക്കാന്ന് വെച്ചാൽ അപ്പ ആരെങ്കിലും അപ്പോഴേ അങ്ങനെ ആയിരുന്നോ? ഇങ്ങനെ അപ്പോഴും അങ്ങനെ, എപ്പോഴും അങ്ങനെ. ഇപ്പോഴും ഞാൻ അവിടെ ചെന്ന ഇത് തന്നെ സ്ഥിതി. അതെന്താണോ അങ്ങനെ ഒരു പ്രത്യേകതയായിരുന്നു ആ വീടിന്. അതെന്തിനാ ഇവിടെ ഇപ്പൊ ഈ എറണാകുളത്ത് ജ്യോതിയുടെ അമ്മ അവിടെ എപ്പോഴും ആള് വരും. പിന്നെ അപ്പൂപ്പനെയും കൊണ്ട് വല്ലപ്പോഴും ഒക്കെ ഒരു സിനിമയ്ക്കൊക്കെ അപ്പൂപ്പനോട് നിർബന്ധിച്ചിട്ട്, അപ്പൂപ്പന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അതിൽ,
എന്നാലും പോകും, സിനിമയ്ക്ക് പോകും, എവിടെങ്കിലുമൊക്കെ പുറത്തേക്കൊക്കെ പോകും. പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ അപ്പൂപ്പന്റെ വീട്ടിലും അല്ലെങ്കിൽ അമ്പലപ്പുഴയിലും അമ്മൂമ്മയെ കാണാനും ഒക്കെ ആയിട്ട് പോകും. അമ്മൂമ്മയെ കാണാനും പിന്നെ അവിടെ കാര്യവീട്ടിലെ അപ്പച്ചി ഉണ്ടായിരുന്നല്ലോ, വയസ്സായവരൊക്കെ ഉള്ളപ്പോൾ അവരെ ഒന്ന് കാണാനായിട്ട് അപ്പൂപ്പന് നിർബന്ധമായിരുന്നു വയസ്സായവരെ കാണാൻ പോകണമെന്ന്. അവരാരും ഇങ്ങോട്ട് വരില്ലല്ലോ, അപ്പൊ അവരെ അവിടെ പോയി കാണണം. അങ്ങനെ അത്രയൊരു ബോറടി എന്ന് പറഞ്ഞൊരു കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല അവിടെ. പിന്നെ അവിടുത്തെ അപ്പൂപ്പന്റെ സഹോദരി ഇല്ലേ രാധാപ്പച്ചി, ഇടയ്ക്കിടയ്ക്ക് വരികയും കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൂപ്പന്റെ കൂടെ താമസിക്കാനുള്ള ആഗ്രഹം, ആങ്ങളയുടെ കൂടെ താമസിക്കണം എന്നും പറഞ്ഞു വരും. കുറച്ച് ദിവസം നിന്നിട്ടൊക്കെ പോകും. രാജ്യം തീറ്റ വരും. അങ്ങനെ ആരെങ്കിലുമൊക്കെ എപ്പോഴും കാണും നമ്മുടെ വീട്ടില്. കോളേജിൽ പോകുന്ന പിള്ളേർ അമ്പലപ്പുഴയിൽ നിന്ന് വന്ന നമ്മുടെ വീട്ടില് അവർ ഉച്ചയ്ക്ക് ഉണ്ണാനൊക്കെ ചില ദിവസം കാണും. പിന്നെ ഹോസ്പിറ്റലിൽ ആരെ അഡ്മിറ്റ് ചെയ്താലും ഇവിടുന്ന് ഭക്ഷണം കൊണ്ടുപോകണം. അപ്പൊ അതുമൊക്കെ ഒരു ഇതായിരിക്കും. അപ്പൂപ്പന്റെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അമ്മൂമ്മയുടെ ജീവിതത്തിന്റെ താളം തന്നെ മാറിയത്, വേറൊരു രീതിയായി. 93 ഞാൻ പിരിഞ്ഞെങ്കില് പിന്നെ 10-11 വർഷം ഞങ്ങൾ രണ്ടുപേരും ആ വീട്ടില് ഒരുമിച്ച് കഴിഞ്ഞു. പിന്നെ അപ്പൂപ്പന്റെ വേർപാടൊന്നും പെട്ടെന്ന് പോകുമായിരുന്നു, കിടന്ന് വിഷമിച്ചൊന്നുമല്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ ജീവിതത്തില് മാറ്റങ്ങളും വ്യതിയാനങ്ങളും ഒക്കെ സംഭവിച്ചത്. വേറൊന്നും അല്ല, വീട്ടിൽ തന്നെത്താൻ താമസിക്കാൻ പറ്റാതെ വരുന്നത് കാരണം പിന്നെ മക്കള് വിളിച്ചോണ്ട് പോയി അവരുടെ ഒക്കെ വീടുകളിലായിട്ടൊക്കെ മാറിയൊക്കെ താമസിച്ചു. അവരിവിടെ വരുമ്പോൾ നമ്മുടെ വീട്ടിലും വന്ന് താമസിച്ചു. അങ്ങനൊക്കെ ആ ഒരു മാറ്റമൊക്കെ വന്ന് അപ്പൂപ്പന്റെ വേർപാടിന് ശേഷം.